മൊത്തം 50 CR ആണ്. 15 ഫ്ലോറിന് 10 CR. വാവ്, സൂപ്പർ സർ. ഈ ഓർഡർ കിട്ടാൻ ഞാൻ ഭയങ്കര ലക്കി ആയിരിക്കണം. ഒരുപാട് താങ്ക്സ്. ഇങ്ങനെ ഒരു ചെക്ക് കണ്ട ഉടനെ ഞാൻ നിന്നെ അങ്ങ് പ്രശംസിക്കുന്നു കരുതിയല്ലേ? ഈ ഓർഡർ എനിക്ക് വേണ്ട മിസ്റ്റർ രഘുനാഥ്. സാർ എന്തൊക്കെയാ പറയുന്നേ? ഇതൊരു വലിയ ഓർഡർ അല്ലേ? 10 കോടിയാ. 100 കോടിയുടെ ഓർഡർ ആയിരുന്നാലും എനിക്ക് വേണ്ട. എന്താ സാർ വേണ്ടെന്ന് പറയുന്നേ? നീ നേരിട്ട് എന്റെ കമ്പനിക്ക് ഓർഡർ തരാതെ എന്റെ കമ്പനിയിൽ നിന്ന് കമ്മീഷൻ കുറവേ കിട്ടുമെന്ന് കരുതി ഇവിടെയുള്ള മറ്റെല്ലാ കമ്പനിക്കാരോടും സംസാരിച്ചതിന് ശേഷം അവിടെ ഇതിനേക്കാളും കുറഞ്ഞ കമ്മീഷനേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും എന്റെ അടുത്ത് തന്നെ കച്ചവടത്തിന് വന്നിരിക്കുക. ഈ ബിസിനസ് എനിക്ക് ആവശ്യമില്ല. സാർ, അതെല്ലാം നുണയാണ്. ആരോ നിങ്ങളോട് കള്ളം പറഞ്ഞിരിക്കുന്നതാ. കള്ളം പറയരുത്. നീ സംസാരിച്ച ഓടി എന്റെ അടുത്തുണ്ട്. മിസ്റ്റർ രഘുനാഥ്, നമ്മളെന്തിനാ വെറുതെ അവിടെ ഇവിടെ കിടന്ന് കറങ്ങുന്നേ? വിക്രം കമ്പനിയിൽ തന്നെ കൺഫേം ചെയ്യാലോ. അങ്ങനെ കൺഫേം ആക്കാൻ പറ്റില്ല സാർ. വിക്രം കമ്പനിയിൽ കമ്മീഷൻ വളരെ കുറവാ. അതുപോലെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് പറയാനും പറ്റില്ല. അതുകൊണ്ട് മറ്റു ചില കമ്പനികളോടും ബ്രാഞ്ചസിനോടൊക്കെ അന്വേഷിച്ച് നോക്കാം. നമുക്ക് ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് ആര് കമ്മീഷൻ തരുന്നോ ആ കമ്പനിയായിട്ട് നമ്മൾ ഇവിടെ ടൈപ്പ് ആവുന്നു. പിന്നെ ഈ വിക്രം നമ്മുടെ സ്വന്തക്കാരനൊന്നും അല്ലല്ലോ. അവന്റെ അടുത്ത് തന്നെ നമ്മൾ ബിസിനസ് നടത്തണമെന്ന് എന്താ നിർബന്ധം? നിന്റെ ഈ സംസാരത്തിന് നിന്നെ ഞാൻ കൊല്ലുകയാണ് വേണ്ടത്. ഇത്രയും നാളത്തെ പരിചയം കൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടുക. സാറേ, അങ്ങനെ സംസാരിച്ചെങ്കിലും നിങ്ങൾക്കല്ലേ ഓർഡർ തന്നിരിക്കുന്നേ. അത് സ്വീകരിക്കാതെ എന്നെ വഴക്ക് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതുപോലെ ഈഗോ വെച്ചോണ്ടിരുന്ന എനിക്കൊന്നുമില്ല സാർ. നിങ്ങൾക്ക് തന്നെ നഷ്ടം. എന്താടാ, എനിക്ക് പിച്ച തരുവാണോ നീ? എന്റെ ഈഗോയെ ട്രിഗർ ചെയ്യാൻ നോക്കാണോ? എനിക്ക് 10 കോടിയേക്കാളും എന്റെ ഈഗോയാണ് എനിക്ക് മുഖ്യം. സ്വന്തം അമ്മയുടെ അടുത്തും കല്യാണം കഴിച്ച ഭാര്യയുടെ അടുത്തും ഈഗോ നോക്കുന്നവരാടാ ഞാൻ. നീയൊക്കെ ആരാടാ? എനിക്ക് പോടാവിടുന്നു. വീട് വിക്രം, നീ ടെൻഷൻ ആവണ്ട. നീ വീട്ടിലേക്ക് പോ. ഇത് ഞാൻ നോക്കിക്കോളാം. നോക്ക്, നല്ലൊരു ക്ലയന്റിനെ ഞാൻ കണ്ടുപിടിക്കാം. ശരി മാമ, നോക്കിക്കോണേ. വിക്രം, ഈ ക്ലയന്റ് വന്നാ എനിക്ക് ലാഭം കിട്ടില്ലടാ. ഞാൻ പറയുന്ന ക്ലയന്റ് വന്നാലേ എനിക്ക് കമ്മീഷൻ കിട്ടും. അതിനുള്ള പ്ലേ ആണ് ഇപ്പൊ ഞാൻ നടത്തിയത്. എത്ര പ്രാവശ്യം പറഞ്ഞാലും മനസ്സിലാവില്ലേ? എന്തിനാ എന്റെ മോള് പഠിക്കുന്ന സ്കൂളിൽ വന്നത്? നിങ്ങളോട് ആരാ ഇവിടെ വരാൻ പറഞ്ഞ? ആരും വേണ്ടെന്ന് പറഞ്ഞ് ഒതുങ്ങി ജീവിക്കല്ലേ ഞങ്ങള്? എന്തിനാ ഇവിടെ വന്ന് ഇങ്ങനെ ടെൻഷൻ ഉണ്ടാക്കുന്നത്? എന്റെ മോളെ ആരും അറിയാതെ വന്ന് കണ്ട അവളോട് സ്നേഹം കാണിച്ച ഞാൻ എല്ലാം മറന്ന് നിങ്ങളുടെ കൂടെ വന്ന് ജീവിക്കുന്നു വിചാരിച്ചോ? ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതാ, ആവശ്യമുള്ളപ്പോ കിട്ടാത്ത സ്നേഹവും കരുതലും ഒന്നും ഇവിടെ ആർക്കും ആവശ്യമില്ല. എന്നെ എന്റെ മോളെ സമാധാനത്തോടെ ജീവിക്കാൻ പോലും അനുവദിക്കില്ലേ? എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞങ്ങൾ ഈ നാട്ടിൽ ജീവിക്കുന്ന ഇഷ്ടമല്ലേ? ഏതെങ്കിലും നാട്ടിലേക്ക് ഒളിച്ചോടി പോണോ? ഒന്ന് നിർത്തിക്കേ, ഒരുപാട് ആളാവാതെ. ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? ഞാൻ എന്റെ പേരക്കുട്ടിയെ കാണാൻ പാടില്ലെന്ന് പറയാൻ നീ ആരടി? കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞു നീ എന്നെ എത്ര കാലം വേദനിപ്പിക്കും? അന്നുണ്ടായ സംഭവത്തില് നിന്റെ ചേട്ടന്റെ കൂടെ ചേർന്ന് ഞാനും എന്തൊക്കെയോ പറഞ്ഞു. അതിങ്ങനെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടന്ന എന്താടി അതിന്റെ അർത്ഥം? എനിക്കും ആഗ്രഹം ഉണ്ടാവില്ലേ എന്റെ മകളുടെ കൂടെ ജീവിക്കണം, എന്റെ പേരക്കുട്ടിയെ കാണണമെന്നൊക്കെ? ജീവിതത്തിൽ എല്ലാവരും തെറ്റ് ചെയ്യുന്നത് സാധാരണയാ. അന്ന് ഞാൻ നിന്നെ കുറച്ച് വേദനിപ്പിച്ചു പോയി. ആ കാരണത്താലും നീ ഈ കുഞ്ഞിനെ എന്റെ അടുത്ത് നകത്തി പ്രതികാരം വീട്ടുമല്ല ചെയ്യുന്നത്. നീ എന്താ വലിയ ജാൻസി റാണിയോ? അതോ നിന്നോട് ആരും ചോദിക്കാനും പറയാനും വരില്ലെന്നുള്ള ധൈര്യോ?
എല്ലാം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമോളെ. ഇന്നത്തെ ഈ കാലത്ത് ഒരു പെണ്ണ് തനിച്ച് അതൊരു പെൺകുട്ടിയും വെച്ചോണ്ട് സുരക്ഷിതമായിട്ട് ജീവിക്കാൻ പറ്റാത്ത കാലം.